സംസാരിച്ചത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത്. ഈ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ കുറിച്ചാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗങ്ങളും അവയുടെ ഓരോന്നിന്റെയും ധർമ്മങ്ങളും അവയുടെ പൊസിഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറയുകയുണ്ടായി. അതേപോലെ നമുക്ക് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഫീമെയിൽസിന്റെ ശരീരത്തിൽ കാണപ്പെടുന്ന റീപ്രൊഡക്ഷന് സഹായിക്കുന്ന അവയവങ്ങളുടെ കൂട്ടത്തെ കുറിച്ചാണ് നമ്മൾ അടുത്തതായി സംസാരിക്കാൻ പോകുന്നത്. The female reproductive system is seen at the pelvic region. Pelvic regionിലായിട്ടാണ് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കാണപ്പെടുന്നത്. പ്രധാനപ്പെട്ട ഭാഗങ്ങളെ നമുക്ക് പരിചയപ്പെടാം. The female reproductive system consists of a pair of ovaries and a pair of oviduct or fallopian tube. A pair of oviduct or fallopian tube. ഒന്നുകിൽ ഒവിഡക്റ്റ് എന്ന് വിളിക്കാം, അതിന്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ഫലോപ്പിയൻ ട്യൂബ്. രണ്ടും പെയറാണ്. അടുത്ത നമ്മൾ വിളിക്കുന്ന പേരാണ് യൂട്ടറസ്, അടുത്തത് സെർവിക്സ്, അടുത്തത് വജൈന, അടുത്തത് എക്സ്റ്റേണൽ ജെനൈറ്റാലിയ, അവസാനത്തെ ആള് എ പെയർ ഓഫ് മമ്മറി ഗ്ലാൻഡ്. ഓക്കെ, അപ്പൊ ഭാഗങ്ങൾ ഒന്നുകൂടെ നമ്മൾ പറയുന്നു. ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് ഓവറീസ് and a pair of oviduct or fallopian tube, uterus, cervix, vagina, അതേപോലെ തന്നെ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ ആൻഡ് എ പെയർ ഓഫ് മമ്മറി ഗ്ലാൻഡ്. അപ്പൊ ഇതിൽ മൂന്ന് കാര്യങ്ങളാണ് പെയർ. ഓവറി പെയറാണ്, ഫലോപ്പിയൻ ട്യൂബ് പെയറാണ്, അവസാനത്തെ ഭാഗമായിട്ടുള്ള മമ്മറി ഗ്ലാൻഡ് പെയർ. നമുക്ക് ഓവറിയെ കുറിച്ച് സംസാരിക്കാം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ ടെസ്റ്റിസിനെ കുറിച്ച് സംസാരിച്ച പോലെ അവിടെ മെയിൽസിന്റെ ബോഡിയിൽ ടെസ്റ്റിസ് ആയിരുന്നു റീപ്രൊഡക്റ്റീവ് ഓർഗനായിട്ട്, പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗനായിട്ട് നമ്മൾ കണക്കാക്കിയതെങ്കിൽ ഫീമെയിൽസിന്റെ ശരീരത്തിലെ പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗനായിട്ട് കണക്കാക്കുന്ന വ്യക്തികളാണ് ഓവറീസ്. സീൻ ഇൻ ദ അബ്ഡോമിനൽ ക്യാവിറ്റി ഓൺ എയ്തർ സൈഡ് ഓഫ് ദി യൂട്ടറസ്, സീൻ അറ്റാച്ച്ഡ് ടു ദി പെൽവിക് റീജിയൻ വിത്ത് ലിഗമെന്റ്സ്. യൂട്ടറസിന്റെ ഇരുവശങ്ങളിലുമായിട്ട് നമ്മുടെ പെൽവിക് റീജിയനിലേക്ക് ലിഗമെന്റിന്റെ സഹായത്തോടു കൂടി ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്ന പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗനാണ്. ഫീമെയിൽസിന്റെ ശരീരത്തിലെ പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗനെ വിളിക്കുന്ന പേരാണ് ഓവറീസ്. ഇറ്റ് പ്രൊഡ്യൂസ് ദ ഫീമെയിൽ ഗാമേറ്റ് ഓവം ഓർ എഗ് ആൻഡ് ഫീമെയിൽ സെക്സ് ഹോർമോൺസ്. ഫീമെയിൽ ഗാമേറ്റ് ആയിട്ടുള്ള ഓവത്തെയും ഫീമെയിൽ സെക്സ് ഹോർമോണുകളെയും ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ആരുടെ ധർമ്മമായി കണക്കാക്കുന്നത്? ഓവറിയുടെ ധർമ്മമായി കണക്കാക്കുന്നത്. ഇത്രയുള്ള നമുക്ക് ഓവറിയെ കുറിച്ച് പറയാനുള്ളത്. ഓവർ ഈസ് ദ പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഇൻ ഫീമെയിൽസ്, situated in the abdominal cavity on either side of the uterus, attached to the pelvic portion with the help of ligament. ലിഗമെന്റിന്റെ സഹായത്തോടുകൂടി പെൽവിക് ഭാഗവുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിർത്തിയിരിക്കുന്നു. യൂട്രസിന്റെ ഇരുവശങ്ങളിലായി കാണപ്പെടുന്നു. ഫീമെയിൽ ഗാമേറ്റ് ആയിട്ടുള്ള ഓവത്തെയും ഫീമെയിൽ ഹോർമോണുകളെയും ഫീമെയിൽ സെക്സ് ഹോർമോണുകളെയും ഉൽപ്പാദിപ്പിച്ച് നൽകുക എന്നതാണ് ആരുടെ ധർമ്മമായി കണക്കാക്കുന്നത്? ഓവറികളുടെ ധർമ്മമായി കണക്കാക്കുന്നത്. ഇറ്റ്സ് എ പെയർ ഓഫ് ഓവറീസ്, ഒരു ജോഡി ഓവറികൾ, അണ്ടാശയം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാൻ കാണപ്പെടും. അടുത്തയാണ് ഒവിഡക്റ്റ് or fallopian tube. It's a tube that helps to carry the ovum from the ovary to the uterus. ഓവറിയിൽ നിന്ന് യൂട്രസിലേക്ക് ഓവത്തെ വഹിച്ചു കൊണ്ടുവരുന്നു. ആൻഡ് ദ ഫെർട്ടിലൈസേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ഫെലോപ്പിയൻ ട്യൂബ്. വഹിച്ചു കൊണ്ടുവരിക മാത്രമല്ല, ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പരിപാടി നടക്കുന്നതും എവിടെ വെച്ചിട്ടാണ്? ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ്. ഫെലോപ്പിയൻ ട്യൂബിന്റെ ഭാഗങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രധാനമായിട്ട് 4 ഭാഗങ്ങളാണ് ഫെലോപ്പിയൻ ട്യൂബിനുള്ളത്. പേരുകൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പേരാണ് ഇൻഫെന്റിബുലം, അടുത്ത ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഫിംബ്രിയെ, അടുത്ത ഭാഗമാണ് ആംപ്യൂള, അടുത്ത ഭാഗമാണ് ഇസ്തുമസ്. ഭാഗങ്ങൾ ഒന്നുകൂടെ പറയുന്നു. ഇൻഫെന്റിബുലം, ഫിംബ്രിയെ, ആംപ്യൂള, ഇസ്തുമസ് ആർ ദ മേജർ പാർട്സ് ഓഫ് ഓവിഡക്റ്റ് ഓർ ഫെലോപ്പിയൻ ട്യൂബ്. എന്താണ് ഇൻഫെന്റിബുലം എന്ന് നമുക്ക് നോക്കാം. പുസ്തകത്തിനകത്ത് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഓവറിയിൽ തുടങ്ങി യൂട്രസിലേക്കാണ് ഓവിഡക്റ്റ് പോകുന്നത്. ഓവറിയുമായി ചേർന്ന് നിൽക്കുന്ന ഓവിഡക്റ്റിന്റെ ഭാഗം സീൻ ലൈക്ക് എ ഫണൽ ഷേപ്ഡ് സ്ട്രക്ചർ. ഒരു ഫണലിന്റെ ആകൃതിയിൽ ഓവറിക്ക് തൊട്ടടുത്തായി നിൽക്കുന്ന ഓവിഡക്റ്റിന്റെ ഭാഗം, ആ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഇൻഫെന്റിബുലം. ഈ ഇൻഫെന്റിബുലത്തിന്റെ എഡ്ജിൽ there is a finger like projections are seen. These finger like projections are called fimbriae that helps to collect the ovum after ovulation. ഓവറിയിൽ നിന്ന് ഓവുലേഷൻ എന്ന് പറയുന്ന പ്രക്രിയയിൽ കൂടി പുറത്തേക്ക് വരുന്ന ഓവത്തെ കളക്ട് ചെയ്യുക എന്നതാണ് ആരുടെ? ഫിംബ്രിയയുടെ ധർമ്മമായി കണക്കാക്കുന്നത്. ഓവുലേഷൻ എന്താണെന്ന് നമുക്കറിയാം. റിലീസിംഗ് ഓഫ് മെച്ചുർ ഓവം ഫ്രം ദ ഓവറി.
ഓവറിയിൽ നിന്ന് മെച്ചുറായ ഓവം റിലീസ് ചെയ്യുന്ന പരിപാടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓവുലേഷൻ. മാസത്തിൽ ഒരു ഓവം വീതമാണ് എന്ത് ചെയ്യുന്നത്, റിലീസ് ചെയ്യുന്നത്. ഈ ഓവറിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഓവത്തെ ആര് കളക്ട് ചെയ്യുന്നു, ഫിംബ്രിയ കളക്ട് ചെയ്ത് എവിടെ എത്തിക്കുന്നു, ഇൻഫെന്റിബുലത്തിലെത്തി. ഫണൽ ഷേപ്ഡ് സ്ട്രക്ചർ ആണ് ഇൻഫെന്റിബുലം. ഇൻഫെന്റിബുലത്തിന്റെ എഡ്ജിൽ കാണപ്പെടുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഫിംബ്രിയെ. ഈ ഇൻഫെന്റിബുലത്തിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഓവിഡക്റ്റിന്റെ അടുത്ത ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ആംപ്യൂള എന്ന് വിളിക്കും. സീൻ നെക്സ്റ്റ് ടു ദി ഇൻഫെന്റിബുലം, ഇൻഫെന്റിബുലമായി ചേർന്ന് നിൽക്കുന്ന ഭാഗം. അടുത്ത അവസാനത്തെ ഭാഗമാണ് ഇസ്തുമസ്. ആംപ്യൂളയെയും യൂട്രസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബാക്കി ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇസ്തുമസ്. അപ്പൊ ഒന്നും കൂടെ പറയുന്നു, ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബിനെ കുറിച്ച് ഒരു പെയറാണ് കാണപ്പെടുന്നത്. കോമൺ ആയിട്ടുള്ളതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണമാണ്. ഒന്ന്, ഓവറി നിന്നും പുറത്തേക്ക് വരുന്ന ഓവത്തെ യൂട്രസിനുള്ളിലേക്ക് എത്തിക്കുക. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്, ഓവിഡക്റ്റിനുള്ളിൽ വെച്ചിട്ടാണ്. പ്രധാനമായും 4 ഭാഗങ്ങൾ. ഒന്നാമത്തെ ഭാഗത്തെ വിളിക്കുന്ന പേരാണെന്ത്, ഇൻഫെന്റിബുലം. ഇൻഫെന്റിബുലത്തിന്റെ പ്രത്യേകത പറഞ്ഞു, എന്ത് ഷേപ്പാണ്, ഫണൽ ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. ഓവറിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഓവിഡക്റ്റിന്റെ ഭാഗമാണ്. ഇൻഫെന്റിബുലത്തിന്റെ എഡ്ജിൽ കാണപ്പെടുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെ നമ്മൾ വിളിച്ച പേരാണ് ഫിംബ്രിയെ. ദാറ്റ് ഹെൽപ്സ് ടു കളക്ട് ദ ഓവം ഫ്രം ദ ഓവറി ആഫ്റ്റർ ഓവുലേഷൻ. ഓവുലേഷന് ശേഷം പുറത്തേക്ക് വരുന്ന ഓവത്തെ കളക്ട് ചെയ്ത് ഇൻഫെന്റിബുലത്തിലേക്ക് എത്തിക്കുന്ന ആളാണ് ആരെന്ന് പറഞ്ഞിരിക്കുന്നത്, ഫിംബ്രിയെ. ഇൻഫെന്റിബുലമായി ചേർന്ന് നിൽക്കുന്ന ഓവറിയുടെ ബാക്കി ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ആംപ്യൂള. വൈഡർ പോർഷൻ, വൈഡായിട്ടിരിക്കുന്ന ഭാഗമാണ്. ആംപ്യൂളയെ യൂട്രസുമായി ബന്ധിപ്പിക്കുന്ന ബാക്കി ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇസ്തുമസ്. ഇങ്ങനെ 4 ഭാഗങ്ങളാണ് ആർക്ക് പ്രധാനമായും കാണപ്പെടുന്നത്, ഓവിഡക്റ്റിന് കാണപ്പെടുന്നത്. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയുന്നു. ആദ്യം നമ്മൾ ഓവറിയെ കുറിച്ച് പറഞ്ഞു, അടുത്ത ആരെ കുറിച്ച് പറഞ്ഞു, ഓവിഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു. അടുത്തയാളാണ് യൂട്രസ് എന്ന് പറയുന്ന ഭാഗം. ഗർഭാശയം, ഗർഭപാത്രം എന്നൊക്കെ നമുക്ക് വിളിക്കാം. യൂട്രസ് അല്ലെങ്കിൽ വൂംബ് എന്നറിയപ്പെടുന്നു. യൂട്രസ് അല്ലെങ്കിൽ വൂംബ്, WOMB, യൂട്രസ് അല്ലെങ്കിൽ വിളിക്കുന്ന പേരാണ് വൂംബ് എന്ന് നമുക്ക് വിളിക്കാം. ഗർഭാശയം അല്ലെങ്കിൽ ഗർഭപാത്രം എന്ന് വിളിക്കാം. ഇറ്റ്സ് എ ഇൻവേർട്ടഡ് പിയർ ലൈക്ക് സ്ട്രക്ചർ. പിയർ, ഒരു ചെറിയ കുടം, ഇൻവേർട്ടഡ് ആയിട്ടുള്ള പിയർ, തല തിരിഞ്ഞിരിക്കുന്ന ഒരു പിയർ ലൈക്ക് സ്ട്രക്ചർ ആണ് ആർക്കുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്, യൂട്രസിനുള്ളത്. അതും നേരത്തെ പറഞ്ഞതിന്റെ കൂട്ട് ലിഗമെന്റ്സിന്റെ ഒക്കെ സഹായത്തോടുകൂടി പെൽവിക് വാളുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ദ യൂട്രസ് കമ്പോസ്ഡ് ഓഫ് 3 layers. എത്ര ലെയറുകൾ കാണപ്പെടുന്നു, 3 ലെയറുകൾ. പേരുകൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പേര് പെരിമെട്രിയം, രണ്ടാമത്തത് മയോമെട്രിയം, മൂന്നാമത്തത് എൻഡോമെട്രിയം. പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം എന്നിങ്ങനെ 3 ലെയറുകളാണ് ആർക്ക് കാണപ്പെടുന്നത്, യൂട്രസിന് കാണുന്നത്. ഈ എക്സ്റ്റേണൽ ലെയറിനെ വിളിക്കുന്ന പേരാണ് പെരിമെട്രി. ഇന്റേണൽ ലെയറിനെ വിളിക്കുന്ന പേരാണ് എൻഡോമെട്രി. ഇതിന്റെ രണ്ടിനെയും കൂടെ ഇടയ്ക്ക് നിൽക്കുന്ന ലെയറിനെ വിളിക്കുന്ന പേരാണ് മയോമെട്രിയം. അപ്പം എക്സ്റ്റേണൽ പെരിമെട്രിയം, ഇന്റേണൽ എൻഡോമെട്രിയം ആൻഡ് മിഡിൽ മയോമെട്രിയം ആർ ദ 3 layers present in the യൂട്രസ്. യൂട്രസിന്റെ 3 ലെയറുകളുടെ പേരാണ് പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. പെരിമെട്രിയം എക്സ്റ്റേണൽ ആണ്, എൻഡോമെട്രിയം ഇന്റേണൽ ആണ്, മയോമെട്രിയം മിഡിൽ ആണ്. പെരിമെട്രിയം ഏറ്റവും പുറമേ കാണപ്പെടുന്ന ലെയറിനെ വിളിക്കുന്ന പേരാണ് പെരിമെട്രിയം. രണ്ടാമത്തെ ലെയറാണ് മയോമെട്രിയം, മേഡപ്പ് ഓഫ് സ്മൂത്ത് മസിൽസ്. സ്മൂത്ത് മസിലുകൾ കൊണ്ട് നിർമ്മിതമായ ഭാഗമാണ് ആരെന്ന് പറഞ്ഞിരിക്കുന്ന മയോമെട്രിയം. ഇറ്റ് കൺട്രാക്ട് അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി. പ്രസവ സമയത്ത് ഇത് എന്ത് ചെയ്യുന്നു, കൺട്രാക്ട് ചെയ്യും. ഈ മയോമെട്രിയത്തിന്റെ കൺട്രാക്ഷനുമാണ് ഡെലിവറി സ്മൂത്ത് ആക്കുവാൻ സഹായിക്കുന്ന ഒരു ഭാഗം. മറ്റൊരുപാട് തരം ഭാഗങ്ങളുണ്ട്, അതിൽ ഒരാള് നമ്മുടെ മയോമെട്രിയത്തിന്റെ കൺട്രാക്ഷൻ. ഏറ്റവും ഉള്ളിൽ കാണപ്പെടുന്ന ലെയറാണ് എൻഡോമെട്രിയം. മക്കളെ, നമ്മള് സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഡിഫറെന്റ് സ്റ്റേജ് പറഞ്ഞപ്പോൾ ഇംപ്ലാന്റേഷൻ എന്നൊരു ഭാഗം പറയുന്നുണ്ട്. അതായത് എംബ്രിയോ യൂട്രസിന്റെ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരുന്ന സ്റ്റേജിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു ഇംപ്ലാന്റേഷൻ. ഈ എൻഡോമെട്രിയത്തിലാണ് നമ്മുടെ എംബ്രിയോ പറ്റിപ്പിടിച്ച് വളരുന്നത്. ഈ എൻഡോമെട്രിയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ടേക്ക് പ്ലേസ് സൈക്ലിക് ചേഞ്ചസ് ഡ്യൂറിംഗ് ദ മെൻസ്ട്രൽ സൈക്കിൾ. മെൻസസ് നടക്കുന്ന സമയത്ത് ഒട്ടനവധി സൈക്ലിക് ആയിട്ടുള്ള ചേഞ്ചുകൾ നടക്കുന്നത് ഏത് ലെയറിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഏറ്റവും ഉള്ളിൽ കാണപ്പെടുന്ന മയോമെട്രിയത്തിൽ. ഇപ്പൊ യൂട്രസിനെ കുറിച്ച് ഒന്നുകൂടെ പറയുന്നു. സിംഗിൾ ആണ്, ഒരെണ്ണേ കാണപ്പെടുന്നുള്ളൂ. ഇൻവേർട്ടഡ് പിയർ ലൈക്ക് സ്ട്രക്ചർ ആണ് ആർക്കുള്ളത്, യൂട്രസിനുള്ളത്. 3 ലെയറുകളുണ്ട്, പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. എക്സ്റ്റേണൽ ലെയറിനെ വിളിച്ച പേര് പെരിമെട്രിയം, മിഡിൽ ലെയറിനെ വിളിച്ച പേര് മയോമെട്രിയം, ഏറ്റവും ഉള്ളിൽ കാണപ്പെടുന്ന ലെയറിനെ വിളിച്ച പേര് എൻഡോമെട്രിയം. ഈ യൂട്രസ് പുറത്തേക്ക് തുറക്കുന്ന ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേരാണ് വജൈന.
ത്രൂ സെർവിക്സ്. എന്തിൽ കൂടി? സെർവിക്സ് വഴിയാണ് അത് എന്തിലേക്ക് തുറക്കുന്നത്? വജൈന വഴി പുറത്തേക്ക് തുറക്കുന്നത്. ദ സ്പേംസ് ആർ ഡെപ്പോസിറ്റഡ് ഇൻ ദ വജൈന ഡ്യൂറിംഗ് ദ സെക്ഷൽ കോണ്ടാക്ട്. സെക്ഷൽ കോണ്ടാക്ട് നടക്കുന്ന സമയത്ത് മെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ ആയിട്ടുള്ള പെനിസിന്റെ സഹായത്തോടു കൂടി സ്പേമിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്? വജൈന. അപ്പം സെർവിക്സും വജൈനയും ആരുടെ ഓപ്പണിംഗ് ആയിട്ട് നമുക്ക് കണക്കാക്കാം? യൂട്രസിന്റെ ഓപ്പണിംഗ് ആയിട്ട് കണക്കാക്കാം. യൂട്രസ് സെർവിക്സിൽ കൂടിയാണ് എന്തിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്? വജൈനയിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്. അപ്പം ഓവറി പറഞ്ഞു, ഒവിഡക്റ്റ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ച് പറഞ്ഞു, സെർവിക്സ് പറഞ്ഞു, വജൈന പറഞ്ഞു. അടുത്ത ഭാഗമാണ് എക്സ്റ്റേണൽ ജെനൈറ്റാലിയ. ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ. നമ്മൾ മെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ പെനിസ് എന്ന് പറഞ്ഞതിന്റെ കൂട്ട് ഇവിടുത്തെ ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയാണ്. അതിനും പ്രധാനമായിട്ടും 5 ഭാഗങ്ങളാണ് കാണപ്പെടുന്നത്. ആദ്യത്തെ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് മോൺസ് പബിസ്, അടുത്തത് ലേബിയ മെജോറ, അടുത്തത് ലേബിയ മൈനോറ, അടുത്തത് ഹൈമൻ, അവസാനത്തത് ക്ലൈറ്റോറിസ്. പാർട്സ് ഒന്നുകൂടെ പറയുന്നു. ഏതൊക്കെയാണ്? ഒന്നാമത്തെ വിളിച്ച പേരെന്താണ്? മോൺസ് പബിസ്, ലേബിയ മെജോറ, ലേബിയ മൈനോറ, hymen and clitoris are the major parts of external genitalia in female body. ആദ്യത്തെ ആളിനെ കുറിച്ച് പറയുന്നു, മോൺസ് പബിസ്. ശ്രദ്ധിക്കാൻ പറ്റും. ഫാറ്റി ടിഷ്യൂ, ഫാറ്റ് കൊണ്ട് നിർമ്മിതമായ ടിഷ്യൂസ് ആണ്. കവേർഡ് ബൈ സ്കിൻ ആൻഡ് പ്യൂബിക് ഹെയർ. രോമാവൃതമായ സ്കിന്നിനാൽ കവർ ചെയ്ത് കാണപ്പെടുന്ന ഫാറ്റി കുഷ്യൻ ലൈക്ക് സ്ട്രക്ചർ. വളരെയധികം ഫാറ്റ് ആയിട്ടുള്ള കൊഴുപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഒരു കുഷ്യൻ പോലെയുള്ള ഭാഗമാണ്. എന്ത്? സ്കിന്ന് കൊണ്ടും എന്തുകൊണ്ടും കവർ ചെയ്ത് കാണപ്പെടുന്നു? ഹെയർ കൊണ്ടും, പ്യൂബിക്കായിട്ടുള്ള ഹെയർ കൊണ്ടും അത് കവർ ചെയ്ത് കാണപ്പെടുന്നു. അടുത്ത ഭാഗമാണ് ലേബിയ മെജോറ. അടുത്ത ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ലേബിയ മെജോറ. ശ്രദ്ധിച്ചോണം. ഇറ്റ് എക്സ്റ്റെൻഡ് ഫ്രം ദ മോൺസ് പബിസ് ആൻഡ് സറൗണ്ടഡ് ബൈ വജൈനൽ ഓപ്പണിംഗ്. വജൈനൽ ഓപ്പണിങ്ങിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് മോൺസ് പബിസ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഭാഗം വജൈനൽ ഓപ്പണിംഗ്. വജൈന എന്ന് പറഞ്ഞ ഭാഗത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. വജൈനൽ ഓപ്പണിങ്ങിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് മോൺസ് പബിസ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ലേബിയ മെജോറ. ലേബിയ മെജോറ. അടുത്ത ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ലേബിയ മൈനോറ. ഇറ്റ്സ് എ ഫോൾഡ് ഓഫ് സ്കിൻ. മടക്കുകളായി കാണപ്പെടുന്ന സ്കിന്നാണ് എന്താണ്? ബിനീത്ത് ദ ലേബിയ മെജോറ. ആർക്ക് തൊട്ട് താഴെയായിട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ലേബിയ മെജോറയ്ക്ക് തൊട്ട് താഴെയായി കാണപ്പെടുന്നത് ഫോൾഡിങ്സ് ആയിട്ട് കാണപ്പെടുന്ന സ്കിന്നിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലേബിയ മൈനോറ. ഒന്നുകൂടെ പറയുന്നു, നമുക്ക് എക്സ്റ്റേണൽ ജെനൈറ്റാലിയുടെ ഇത്തരം ഭാഗങ്ങൾ നമുക്കൊന്നുകൂടെ പറയാം. ആദ്യത്തെ ഭാഗത്തെ നമ്മൾ വിളിച്ച പേരെന്താണ്? മോൺസ് പബിസ്. എന്താണ് മോൺസ് പബിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫാറ്റി made up of fatty tissues like a cushion like structure covered by skin and pubic hair. ഫാറ്റ് കൊണ്ട് നിർമ്മിതമായ ഒരു കുഷ്യൻ പോലെ കാണപ്പെടുന്ന ഭാഗമാണ്. അതിനെ കവർ ചെയ്തുകൊണ്ട് സ്കിന്നും ഹെയറും കാണപ്പെടുന്നു. അടുത്ത ആളിനെ വിളിച്ച പേരാണ് ലേബിയ മെജോറ. അല്ലെ? സറൗണ്ടഡ് ബൈ ദ വജൈനൽ ഓപ്പണിംഗ് ആൻഡ് എക്സ്റ്റെൻസ് അപ് ടു എന്താണ്? മോൺസ് പബിസ്. വജൈനൽ ഓപ്പണിങ്ങിനെ കവർ ചെയ്തുകൊണ്ട്, സറൗണ്ട് ചെയ്തുകൊണ്ട് എവിടെ വരെ? മോൺസ് പബിസ് വരെ നീണ്ടു കിടക്കുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ലേബിയ മെജോറ. ലേബിയ മെജോറയ്ക്ക് തൊട്ടു താഴെയായി കാണപ്പെടുന്ന 2 ഫോൾഡിങ്സ് ആയിട്ടുള്ള സ്കിന്നിനെ വിളിക്കുന്ന പേരാണ് ലേബിയ മൈനോറ. അടുത്ത ഭാഗമാണ് ഹൈമൻ. ഇറ്റ്സ് എ തിൻ മെമ്പറൈൻ പാർഷ്യലി കവേർഡ് ബൈ ദി വജൈനൽ ഓപ്പണിംഗ്. വജൈനൽ ഓപ്പണിങ്ങിനെ പാർഷ്യലായ രീതിയിൽ കവർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന വളരെയധികം കനം കുറഞ്ഞ ഒരു പാട. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈമൻ എന്ന് വിളിക്കും. ഈ ഹൈമൻ ഒരു പ്രത്യേകതയുണ്ട്. വിഗറസ് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് നടക്കുന്ന സമയത്തോ ഡ്യൂറിങ് സെക്ഷൽ ഇന്റർകോഴ്സസ്, സെക്ഷൽ കോണ്ടാക്ട് നടക്കുന്ന സമയത്തോ ഇത് എന്ത് ചെയ്ത് പോയേക്കാം? നശിച്ചു പോയേക്കാം, ഡീജനറേറ്റ് ചെയ്ത് പോയേക്കാം. മനസ്സിലാവുന്നുണ്ടോ? അതൊരു രോഗമോ ദോഷമോ ഒന്നും തന്നെ അല്ല, അത് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, എക്സർസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒക്കെ ഇത് എന്ത് ചെയ്ത് പോയേക്കാം? ഡീജനറേറ്റ് ചെയ്ത് പോയേക്കാം. അതൊരു പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും തന്നെ. അടുത്ത ഭാഗമാണ് ക്ലൈറ്റോറിസ്. ഇറ്റ്സ് എ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ലൈസ് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ലേബിയ മൈനോറ. ലേബിയ മൈനോറ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 2 ഫോൾഡിങ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ 2 ഫോൾഡിങ്ങുകൾ തമ്മിൽ കൂടിച്ചേരുന്ന അതിന്റെ ജംഗ്ഷനിൽ കാണപ്പെടുന്ന ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലൈറ്റോറിസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയെ കുറിച്ച് നമുക്ക് ഒന്നുകൂടെ സംസാരിക്കാം. ഭാഗങ്ങൾ പറയുന്നു: മോൺസ് പബിസ്, ലേബിയ മെജോറ, ലേബിയ മൈനോറ, ഹൈമൻ ആൻഡ് ക്ലൈറ്റോറിസ്. ആദ്യം നമ്മൾ മോൺസ് പബിസിനെ കുറിച്ച് പറഞ്ഞു. ഫാറ്റി കുഷ്യൻ ലൈക്ക് സ്ട്രക്ചർ, അല്ലെ? എന്താ പറഞ്ഞിരിക്കുന്നത്? കവേർഡ് ബൈ സ്കിൻ ആൻഡ് പ്യൂബിക് ഹെയർ. സ്കിന്നും പ്യൂബിക് ഹെയറിനാലും കവർ ചെയ്ത് കാണപ്പെടുന്നു. വജൈനൽ ഓപ്പണിങ്ങിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് മോൺസ് പബിസ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഭാഗത്തെ നമ്മൾ വിളിച്ച പേരാണ് ലേബിയ മെജോറ.
ലേബിയ മേജോറയ്ക്ക് തൊട്ട് താഴെയായി കാണപ്പെടുന്ന ഫോൾഡ് ആയിട്ടുള്ള സ്കിന്നിനെ വിളിക്കുന്ന പേരാണ് ലേബിയ മൈനോറ. ലേബിയ മൈനോറയുടെ ജംഗ്ഷനിൽ കാണപ്പെടുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനെ വിളിക്കുന്ന പേരാണ് ക്ലൈറ്റോറിസ്. വെജൈനൽ ഓപ്പണിങ്ങിനെ പാർഷ്യലായ രീതിയിൽ കവർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന മെമ്പറൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈമൻ. ഇത്രയാണ് ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയയുടെ ഭാഗങ്ങളായിട്ട് കണക്കാക്കുന്നത്. അടുത്തതാണ് എ പെയർ ഓഫ് മമ്മറി ഗ്ലാൻഡ്. ഇതിനെ നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് കണക്കാക്കി വെക്കുന്നത്. പക്ഷേ ഇതിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ആഫ്റ്റർ ഡെലിവറി, പ്രസവശേഷം ആ കുഞ്ഞിന് ആവശ്യമായ പോഷക സമൃദ്ധമായ ആഹാരം, അതായത് നമ്മൾ മുലപ്പാൽ നൽകി ആ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുക എന്നുള്ളതാണ് ആരുടെ പ്രധാന ധർമ്മമായിട്ട് കണക്കാക്കുന്നത്? മമ്മറി ഗ്ലാൻഡിന്റെ ധർമ്മമായിട്ട് കണക്കാക്കുന്നത്. മമ്മറി ഗ്ലാൻഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയേണ്ടിയിരുന്നു ഇറ്റ്സ് എ ഗ്ലാൻഡ് മേഡ് അപ്പ് ഓഫ് ഗ്ലാൻഡുലാർ ടിഷ്യൂ. എന്തുകൊണ്ട് നിർമ്മിതമായിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഗ്ലാൻഡുലാർ ടിഷ്യൂ. അപ്പം മമ്മറി ഗ്ലാൻഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. മമ്മറി ഗ്ലാൻഡിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. അടുത്തതായി നമുക്ക് സംസാരിക്കാനുള്ളത് മമ്മറി ഗ്ലാൻഡിനെ കുറിച്ചാണ്. മമ്മറി ഗ്ലാൻഡ് എന്ന് പറയുന്ന ഭാഗത്തെ നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് കണക്കാക്കി വെക്കത്തുള്ളൂ. പക്ഷേ ഇതിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ആഫ്റ്റർ ഡെലിവറി, പ്രസവത്തിന് ശേഷം ആ കുഞ്ഞിന് ആവശ്യമായ, കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷക സമൃദ്ധമായ മുലപ്പാൽ ഉൽപ്പാദിപ്പിച്ച് നൽകുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ മമ്മറി ഗ്ലാൻഡിനെ കുറിച്ച് സംസാരിക്കാം. ഇറ്റ്സ് എ പെയർ ഓഫ് മമ്മറി ഗ്ലാൻഡ്സ് ആർ പ്രസന്റ് ഇൻ ദി ഫീമെയിൽ ബോഡി made up of glandular tissue. എന്തുകൊണ്ട് നിർമ്മിതമായിരിക്കുന്നു? glandular tissue. The glandular tissue can be divided into 15 to 20. 15ഓളം ഓരോ ടിഷ്യൂലും 15 മുതൽ 20ഓളം മമ്മറി ലോബ്സ് കാണപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. ഈച്ച് മമ്മറി ലോബ്സ് കണ്ടെയ്ൻ എ ക്ലസ്റ്റർ ഓഫ് സെൽസ്. ഓരോ മമ്മറി ലോബിലും ക്ലസ്റ്റർ ഓഫ് സെൽസ്, ഒരു കൂട്ടം സെല്ലുകൾ കാണപ്പെടുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽവിയോളെ എന്ന് വിളിക്കുന്നത്. These alveoli that produce milk. ഈ ആൽവിയോളയാണ് ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മിൽക്കിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നതാ പറഞ്ഞിരിക്കുന്നത്? The alveoli that opens or join to form mammary tubules. ആൽവിയോളകൾ കൂടി ചേർന്നിട്ട് എന്തുണ്ടാകുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്? മമ്മറി ട്യൂബ്യൂൾസ് ഉണ്ടാകുന്നു. മമ്മറി ട്യൂബ്യൂൾസുകൾ കൂടി ചേർന്നിട്ട് എന്തുണ്ടാകുന്നു? മമ്മറി ഡക്ട് ഉണ്ടാകുന്നു. മമ്മറി ഡക്റ്റുകൾ കൂടി ചേർന്നിട്ട് എന്തുണ്ടാകുന്നു? ആംപ്യൂള, മമ്മറി ആംപ്യൂള that connect to the lactiferous duct. ഈ മമ്മറി ആംപ്യൂള എന്തുമായിട്ട് ബന്ധപ്പെട്ട് കാണപ്പെടുന്നു? lactiferous duct. The lactiferous duct that helps to suck the milk. പാല് സക്ക് ചെയ്ത്, കുഞ്ഞിന് പാല് സക്ക് ചെയ്തെടുക്കുവാനായിട്ട് സഹായിക്കുന്ന ഭാഗമാണ് ആരെന്ന് പറഞ്ഞിരിക്കുന്നത്? ലാക്റ്റിഫറസ് ഡക്റ്റ് എന്ന്. അപ്പം മമ്മറി ഗ്ലാൻഡിനെ കുറിച്ച് ഒന്നുകൂടെ സംസാരിക്കുന്നു. എ പെയർ ഓഫ് മമ്മറി ഗ്ലാൻഡ്സ് ആർ പ്രസന്റ് ഇൻ ദി ഫീമെയിൽ ബോഡി ദാറ്റ് ഹെൽപ്സ് ടു എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്. പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു മമ്മറി ഗ്ലാൻഡ് ഈസ് മേഡ് അപ്പ് ഓഫ് ഗ്ലാൻഡുലാർ ടിഷ്യൂ. എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? ഗ്ലാൻഡുലാർ ടിഷ്യൂ കൊണ്ടാണ്. അതിനകത്ത് എന്താ പറയുക? 15 മുതൽ 20ഓളം ട്യൂബ്യൂൾസ് കാണപ്പെടുന്ന മമ്മറി ലോബ്സ് എന്ന് വിളിക്കുന്നു. മമ്മറി ലോബ്സിനകത്ത് കാണപ്പെടുന്ന സെല്ലുകളുടെ കൂട്ടത്തെ നമ്മൾ വിളിച്ച പേരാണ് ആൽവിയോളെ. ആൽവിയോളെ, ആൽവിയോളെ ദാറ്റ് ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് മിൽക്ക്. മിൽക്കിന്റെ പ്രൊഡക്ഷന് സഹായിക്കുന്ന ഭാഗമാണ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ആൽവിയോളെ. ദ ആൽവിയോളെ ജോയിൻ ടു ഫോം മമ്മറി ട്യൂബ്യൂൾസ്. ദ മമ്മറി ട്യൂബ്യൂൾസ് ജോയിൻ ടു ഫോം മമ്മറി ഡക്റ്റ് ദാറ്റ് കണക്ട് ടു ദി മമ്മറി ആംപ്യൂള ആൻഡ് ദാറ്റ് ജോയിൻ ടു ഫോം എന്താണ്? ലാക്റ്റിഫറസ് ഡക്റ്റ്. ലാക്റ്റിഫറസ് ഡക്റ്റ്. മമ്മറി ആൽവിയോളെ എങ്ങോട്ട് തുറക്കുന്നു? മമ്മറി ട്യൂബ്യൂളിലേക്ക്. മമ്മറി ട്യൂബ്യൂളുകൾ കൂടി ചേർന്ന് മമ്മറി ഡക്റ്റ് ഉണ്ടാകുന്നു. അത് മമ്മറി ആംപ്യൂളയിലേക്ക് തുറക്കുന്നു. അത് ആരുമായിട്ട് കണക്ട് ചെയ്ത് കാണപ്പെടുന്നു? ലാക്റ്റിഫറസ് ഡക്റ്റുമായി കണക്ട് ചെയ്ത് കാണപ്പെടുന്നു. ദ ലാക്റ്റിഫറസ് ഡക്റ്റ് ദാറ്റ് ഹെൽപ് ടു സക്ക് ഔട്ട് ദ മിൽക്ക്. പാല് പുറത്തേക്ക് കുഞ്ഞിന് സക്ക് ചെയ്തെടുക്കുവാനായിട്ട് സഹായിക്കുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ലാക്റ്റിഫറസ് ഡക്റ്റ്. ഇത്രയാണ് നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് പറയാൻ പറ്റുന്നത്. ഒന്നുകൂടെ പറയുന്നു, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് ഓവറീസ്, എ പെയർ ഓഫ് ഓവിഡക്റ്റ്, യൂട്രസ്, സെർവിക്സ്, വെജൈന, എക്സ്റ്റേണൽ ജെനൈറ്റാലിയ ആൻഡ് എ പെയർ ഓഫ് മമ്മറി ഗ്ലാൻഡ്സ്. ഇത്രയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഓവറീസിനെ കുറിച്ച് പറഞ്ഞു, അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ കാണപ്പെടുന്നു, യൂട്രസിന്റെ ഇരുവശങ്ങളിലുമാണുള്ളത്. ഓവത്തെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഓവറിയുടെ പ്രധാന ധർമ്മവുമായി കണക്കാക്കുന്നത്. ഓവറിൽ നിന്നും ഓവത്തെ യൂട്രസിലേക്ക് കളക്ട് ചെയ്തുകൊണ്ടിരുന്ന ഡക്റ്റിനെ വിളിച്ചവരാണ് ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ് എന്ന് വിളിച്ചു. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ്. ഫെലോപ്പിയൻ ട്യൂബിന്റെ ഭാഗങ്ങൾ ഇൻഫെന്റിബുലം, ഫിംബ്രിയെ, ആംപ്യൂള, ഇസ്തുമസ്. ഫണൽ ഷേപ്ഡ് സ്ട്രക്ചറിനെ വിളിച്ച പേര് ഇൻഫെന്റിബുലം എന്നാണ്. ഇൻഫെന്റിബുലത്തിന്റെ എഡ്ജിൽ കാണപ്പെടുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെ വിളിച്ച പേര് ഫിംബ്രിയെ. ദെൻ ഇൻഫെന്റിബുലത്തിന്റെ തൊട്ടടുത്ത ഭാഗത്തെ വിളിച്ച പേര് ആംപ്യൂള. ആംപ്യൂള യൂട്രസിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഇസ്തുമസ്. അടുത്ത യൂട്രസ് ആണ്. അല്ലെങ്കിൽ പിന്നെ രണ്ട് കാര്യങ്ങൾ, യൂട്രസിന്റെ ഭാഗങ്ങൾ പറഞ്ഞു സിംഗിൾ ആണ്. മറ്റൊരു പേര് വിളിച്ചു വൂംബ് എന്ന് വിളിച്ചു. ഇൻവേർട്ടഡ് പിയർ ലൈക്ക് സ്ട്രക്ചർ ആണ്. 3 ലെയറുകൾ കാണപ്പെടുന്നു. എന്താണ്? എക്സ്റ്റേണൽ പെരിമെട്രിയം, മിഡിൽ മയോമെട്രിയം ആൻഡ് ഇന്റേണൽ എൻഡോമെട്രിയം. യൂട്രസ് പുറത്തേക്ക് തുറക്കുന്ന ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേരാണ് വജൈന ത്രൂ സെർവിക്സ്. എന്തിൽ കൂടി? സെർവിക്സിൽ കൂടി. സെക്ഷൽ കോൺടാക്ട് നടക്കുന്ന സമയത്ത് സ്പേമിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഭാഗവും ഏത് തന്നെയാണ്? വജൈന എന്ന് പറയുന്ന ഭാഗം.
എക്സ്റ്റേണൽ ജെനൈറ്റാലിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രധാനമായിട്ടും 5 ഭാഗങ്ങൾ പറഞ്ഞു. മോൺസ് പബിസ്, ലേബിയ മെജോറ, ലേബിയ മൈനോറ, ഹൈമൻ ആൻഡ് ക്ലൈറ്റോറിസ്. മോൺസ് പബിസ് എന്ന് പറഞ്ഞു ഇറ്റ്സ് എ ഫാറ്റി കുഷ്യൻ ലൈക്ക് സ്ട്രക്ചർ കവേർഡ് ബൈ സ്കിൻ ആൻഡ് പ്യൂബിക് ഹെയർ. അല്ലേ, ഫാറ്റ് കൊണ്ട് നിർമ്മിതമായ കുഷ്യൻ പോലെയുള്ള ഭാഗമാണ്, സ്കിന്നിനാലും പ്യൂബിക് ഹെയറിനാലും കവർ ചെയ്ത് കാണപ്പെടുന്നു. വജൈന ഓപ്പണിങ്ങിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് മോൺസ് പബിസ് ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഭാഗത്തെ ലേബിയ മെജോറ എന്നും, ലേബിയ മെജോറയ്ക്ക് തൊട്ട് താഴെയായി കാണപ്പെടുന്ന ഫോൾഡ് സ്കിന്നിനെ വിളിച്ച പേര് ലേബിയ മൈനോറ എന്നും, ലേബിയ മൈനോറയുടെ ജംഗ്ഷനിൽ കാണപ്പെടുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനെ വിളിച്ച പേരാണ് ക്ലൈറ്റോറിസ് എന്ന് വിളിച്ചു. വജൈനൽ ഓപ്പണിങ്ങിനെ പാർഷ്യലായ രീതിയിൽ കവർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന തിൻ മെമ്പറൈനെ വിളിച്ച പേരാണ് ഹൈമൻ. വിഗ്രസ് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി നടക്കുന്ന സമയത്തും സെക്ഷൽ ഇന്റർകോഴ്സസ് നടക്കുന്ന സമയത്തും എന്തിന് ഡാമേജ് ആയി പോയേക്കാം? നമ്മുടെ ഹൈമൻ ഡാമേജ് ആയി അല്ലെങ്കിൽ ഡീജനറേറ്റ് ചെയ്ത് പോയേക്കാം. അടുത്തത് മമ്മറി ഗ്ലാൻഡ് ആണ്, പ്രധാനപ്പെട്ട ഭാഗമാണ്. കുഞ്ഞിന് പാൽ ഉൽപ്പാദിപ്പിച്ച് നൽകുക എന്നതാണ് മമ്മറി ഗ്ലാൻഡ് ധർമ്മമായി കണക്കാക്കിയത്. മേഡപ്പ് ഓഫ് ഗ്ലാൻഡുലാർ ടിഷ്യൂ. എന്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു? ഗ്ലാൻഡുലാർ ടിഷ്യൂ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ കാണപ്പെടുന്ന പറഞ്ഞിരിക്കുന്നത് 15 മുതൽ 20ഓളം ലോബ്സ് കാണപ്പെടുന്നു. അതിനകത്തെ ക്ലസ്റ്റർ ഓഫ് സെൽസ് ഉണ്ട്. ആ സെല്ലിനെ നമ്മൾ വിളിച്ചവർ ആൽവിയോള എന്നാണ്. ആൽവിയോളയാണ് എന്തിനെ ഉൽപ്പാദിപ്പിച്ച് നൽകുന്നത്? മിൽക്കിനെ ഉൽപ്പാദിപ്പിച്ച് നൽകുന്നത്. ഈ ഫ്ലോ ചാർട്ട് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ആൽവിയോള ജോയിൻ ചെയ്ത് മമ്മറി ട്യൂബ്യൂൾസ് ഉണ്ടാകുന്നു. ദാറ്റ് ജോയിൻ ടു ഫോം മമ്മറി ഡക്റ്റ് and it connect to the mammary ampulla and that connected to the lactiferous duct. The lactiferous duct that helps to suck out the milk. ഇത്രയും കാര്യമാണ് നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ കുറിച്ച് പറയാനായിട്ട്. ഇനി നമുക്ക് ഗ്യാമറ്റോജെനസിസ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് കിടക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ